ജഗിർ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. വിവാഹം നിശ്ചയിച്ച പെൺകുട്ടിയും വിവാഹം കഴിഞ്ഞ ഒരു സുഹൃത്തുമായ യുവാവും തമ്മിൽ ഒരേ ഷാളിൽ ആത്മഹത്യ ചെയ്ത ഒരു സംഭവം വേറെ എവിടെയല്ല, നമ്മളെ തൃശ്ശൂർ മാളയിലാണ്. അതുപോലെ തന്നെ നെയ്യാറ്റിങ്കര നടന്ന ഒരു കൊലപാതകവും. അപ്പോൾ ഈ ഒരു രണ്ട് വിഷയമാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്, അതുകൊണ്ടാണ്. നമുക്ക് ആദ്യം ഈ മാളയിലെ ആത്മഹത്യ ആ ഒരു സംഭവം നമുക്ക് നോക്കാം. ഈ വിവാഹം നിശ്ചയിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിയും സുഹൃത്തുമായ യുവാവും വാടക വീട്ടിലാണ് ഒരേ കയറിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൃശ്ശൂരിലെ മാള സ്വദേശി ശ്രീജിത്ത് എന്നാണ് ചെക്കൻ്റെ പേര്. അയാൾക്ക് 30 വയസ്സാണ് പ്രായം. അതുപോലെ തന്നെ അവിടെ അടുത്തുള്ള വെണ്ണൂർ സ്വദേശിനി മിൽന എന്ന് പറഞ്ഞ ഒരു യുവതി, 24 വയസ്സാണ് പ്രായം. ഈ മിൽനയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞതാണ്. ഇവർ രണ്ടുപേരാണ് ഒരുമിച്ച് ജീവൻ ഒടുക്കിയത്. മിനി ബസ് ഡ്രൈവറാണ് ഈ ശ്രീജിത്ത്. അപ്പോൾ ഈ ശ്രീജിത്തിൻ്റെ ഭാര്യയുടെ പേരാണ് അഞ്ജന. അപ്പോൾ അഞ്ജന ഹോസ്പിറ്റലിലാണ്, ICUവിലാണ് ആള് കിടക്കുന്നത്. അപ്പോൾ ഈ ICUവിൽ കിടക്കുന്നതിന് കാരണക്കാരായത് മൂലമാണ് നമ്മൾ ആത്മഹത്യ ചെയ്യുന്നതെന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ കണ്ടെത്തിയത്. നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. ഈ ശ്രീജിത്തിൻ്റെ ഭാര്യ അഞ്ജനയുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തായിരുന്നു ഈ മിൽന എന്ന് പറഞ്ഞ യുവതി. എന്നാൽ ശ്രീജിത്തും മിൽനയും തമ്മിലുള്ള അമിതമായിട്ടുള്ള സൗഹൃദം അത് അഞ്ജന ചോദ്യം ചെയ്തതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. അപ്പോൾ മാസങ്ങൾക്ക് മുൻപ് ഇതേ ചൊല്ലി ഈ നമ്മളെ ശ്രീജിത്തിൻ്റെ വീട്ടിൽ വലിയ തർക്കമുണ്ടാവുകയും അതുപോലെ തന്നെ അഞ്ജനയ്ക്ക് മർദ്ദനമേൽക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അഞ്ജന ഹാർപ്പിക്ക് എടുത്ത് കുടിക്കുകയും അതേ തുടർന്ന് അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലുമായി. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴാണ് മിൽന ശ്രീജിത്തിനെ കാണാൻ വീട്ടിലെത്തുന്നത്. അപ്പോൾ വീട്ടിൽ ശ്രീജിത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ മിൽനയുടെ വിവാഹം വീട്ടുകാർ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3:30 ബേക്കറിയിലെ ജോലി സ്ഥലത്ത് നിന്ന് ചിട്ടിക്കുറിയുടെ പരിപാടിയുണ്ട്. അപ്പോൾ ചിട്ടിക്കുറി പതിപ്പിക്കാനാണെന്നും പറഞ്ഞിട്ട് ഇറങ്ങിയതായിരുന്നു മിൽന വീട്ടിൽ നിന്ന്. പിന്നീട് രാത്രിയായിട്ടും തിരിച്ചെത്താത്തതിനെ തുടർന്നിട്ട് മിൽനയുടെ അച്ഛനായിട്ടുള്ള ബാബു മാള സ്റ്റേഷനിലെത്തിയിട്ട് പരാതി കൊടുത്തു. മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചിട്ടാണ് ആദ്യം പോലീസ് അന്വേഷണം നടത്തുക. അപ്പോൾ അങ്ങനെ ഒരു അന്വേഷണം നടത്തിയതിൻ്റെ ഫലമായിട്ട് ഈ ശ്രീജിത്തിൻ്റെ വീടിൻ്റെ പരിസരമാണ് അവർക്ക് മൊബൈൽ ലൊക്കേഷൻ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയത്. ടവർ ലൊക്കേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത് ശ്രീജിത്തിൻ്റെ വീടിൻ്റെ പരിസരമാണ്. അപ്പോൾ അവർ ശ്രീജിത്തിൻ്റെ വീട്ടിലോട്ടെത്തി. പക്ഷേ ശ്രീജിത്തിൻ്റെ വീട് ലോക്കായിരുന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ വാതിൽ ചവിട്ടി പൊളിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ശ്രീജിത്ത് താമസിക്കുന്നത് ഒരു വാടക വീട്ടിലാണ്. അപ്പോൾ വീട് അകത്ത് നിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. അപ്പോൾ ശനിയാഴ്ച രാവിലെ പോലീസ് വാതിൽ പൊളിച്ചിട്ട് അകത്ത് കടന്നപ്പോഴാണ് ബെഡ്റൂമിൽ ഒരേ ഷാളിൽ ഇരുവരും ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആ പരിസരത്ത് നിന്ന് തന്നെ ഒരു ആത്മഹത്യാക്കുറിപ്പും കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പ്രശ്നങ്ങളും ഈ അഞ്ജനയുടെ ആത്മഹത്യാ ശ്രമവും ഇവരെ രണ്ടുപേരെയും മാനസികമായിട്ട് തളർത്തിയിട്ടുണ്ടായിരുന്നു എന്നതാണ് അതിനകത്തുനിന്ന് കിട്ടുന്ന സൂചന. അപ്പോൾ ഇത് അന്വേഷിക്കുന്നത് ചാലക്കുടിയിലെ DYSPയുടെ നേതൃത്വത്തിലുള്ള ഒരു പോലീസ് സംഘമാണ്. അപ്പോൾ ഈ വിവാഹം നിശ്ചയിച്ച പെൺകുട്ടിയും ഈ സുഹൃത്തുമായിട്ടുള്ള ഈ ശ്രീജിത്തും ഒരേ ഷാളിൽ ആത്മഹത്യ എന്നൊക്കെ പറയുമ്പോൾ നാടിനെ വല്ലാതെ നടുക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളത് വരും ദിവസങ്ങളിലാണ് ഇനിയിപ്പോൾ ചുരുളഴിയാൻ പോകുന്നത്. ഇനി നമുക്ക് നേരെ നെയ്യാറ്റിങ്കരയിലോട്ട് പോവാം. നെയ്യാറ്റിങ്കരയ്ക്ക് സമീപം വ്ളാത്താങ്കരയിലാണ് നാടിനെ നടുക്കിയിട്ടുണ്ടായിരുന്ന ഒരു കൊലപാതകം നടക്കുന്നത്. അതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരു കുടുംബ വഴക്കിനെ തുടർന്നിട്ട് ഭാര്യ ഭർത്താവിനെ അതിക്രൂരമായിട്ട് കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഈ PSC കോച്ചിങ് സെൻറ്ററിലെ അധ്യാപകനായ വിഷ്ണുനാഥ് 36 വയസ്സാണ് പ്രായമുള്ളത്. അത് ആളുടെ ഭാര്യയായ അൽമേനെ 33 വയസ്സുള്ള അൽമേനെയാണ് അതിക്രൂരമായിട്ട് കുത്തിക്കൊലപ്പെടുത്തിയത്. 9 വർഷം മുമ്പ് ഇരുവരും പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ്. അപ്പോൾ ഞായറാഴ്ച രാവിലെ 9 മണിയോടെയാണ് ഈ വ്ളാത്താങ്കര RC ചർച്ചിന് സമീപമുള്ള ഇവരുടെ വീട്ടിൽ വെച്ചിട്ട് കൊലപാതകം നടക്കുന്നത്. ആ സമയം വിഷ്ണുവും അൽമയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നതെന്നാണ്
അയൽവക്കക്കാരൊക്കെ പറയുന്നത്. അപ്പോൾ വിഷ്ണുവിൻ്റെ കയ്യിലുള്ള ആയുധം ഉപയോഗിച്ചിട്ട് അൽമേനെ ആക്രമിക്കുകയായിരുന്നു. കഴുത്തിന് പിന്നിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്നാണ് ഈ പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം. ബ്ലഡ് ധാരാളം പോയ അൽമ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയാണ് ഉണ്ടായത്. കൊലപാതകത്തിന് ശേഷം ഒളിച്ചോടി പോവാൻ വിഷ്ണു തയ്യാറായില്ല. ആൾ നേരെ പോയത് തൻ്റെ ബ്രദറിൻ്റെ അടുത്തേക്കാണ്. ആളൊരു അഡ്വക്കേറ്റാണ്. എന്നിട്ട് അവിടെ പോയി പറഞ്ഞത് ഞാൻ അൽമയെ കൊന്നു എന്നാണ്. അപ്പോൾ വിഷ്ണു സഹോദരനോട് വെളിപ്പെടുത്തിയതിനെ തുടർന്നാണ് ഈ ഒരു സംഭവം പുറലോകം അറിയുന്നത്. അതായത് ഈ അഡ്വക്കേറ്റ് ഉടനെ തന്നെ പോലീസിനെ വിളിക്കുകയായിരുന്നു. അപ്പോൾ പാറശാല പോലീസ് സ്ഥലത്തെത്തിയിട്ടാണ് വിഷ്ണുവിനെ കസ്റ്റഡിയിലെടുത്തതൊക്കെ. വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ വിഷ്ണുവും അൽമയും 9 വർഷം മുമ്പ് പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. ഇപ്പോൾ നാട്ടുകാരുടെ അടുത്തൊക്കെ ചോദിക്കുകയാണെങ്കിൽ നാട്ടുകാർക്കും അയൽവാസികൾക്കൊക്കെ ഏറെ പ്രിയപ്പെട്ടവർ തന്നെയാണ് ഈ ദമ്പതിമാർ. അതായത് ഇവർ തമ്മിലുള്ള സ്നേഹമൊക്കെ കണ്ടിട്ട് അവർക്ക് തന്നെ അതിശയം തോന്നിയിട്ടുണ്ടെന്ന് പറയുന്നത്. ഉള്ളിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് പുറത്തേക്ക് കാണാൻ സാധിക്കില്ല. പല പ്രശ്നങ്ങളും ഇപ്പോൾ ഒരു വീടിനകത്ത് നടക്കുന്ന പല പ്രശ്നങ്ങളും എത്ര ക്ലോസ് ഫ്രണ്ട്സ് ആണെങ്കിലും ചിലപ്പോൾ അയൽവക്കക്കാർക്കും തിരിച്ചറിയാൻ സാധിച്ചൊന്നും വരില്ല. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഇവിടെ ഇപ്പോൾ അയൽവക്കക്കാരും പറയുന്നത്. അവർ തമ്മിൽ ഒരു പ്രശ്നവും പുറമേക്ക് നമ്മൾ കണ്ടിട്ടില്ല. ഉള്ളിലുള്ളത് നമുക്ക് അറിയാനും പറ്റില്ലല്ലോ. അപ്പം ഇങ്ങനൊരു വാർത്ത കേട്ടപ്പോൾ അയൽവക്കക്കാർ മൊത്തം, ആ നാട് മൊത്തം ഷോക്കാണ്. അതായത് വിഷ്ണു ഒരു അധ്യാപകനാണ്, മാന്യമായിട്ട് പെരുമാറുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ക്രൂരത ചെയ്യുമെന്ന് ആരും കരുതിയിരുന്നില്ല. ഇവരുടെ ഒരു ഉന്മൂല പ്രശ്നം എന്താണെന്ന് നമ്മൾ തപ്പുമ്പോൾ നമുക്കിപ്പോൾ പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവർക്ക് കുട്ടികളില്ല. അത് പലപ്പോഴും കുടുംബ സംസാരങ്ങളിൽ വരാറുണ്ട് എന്ന് ഒരു സുഹൃത്ത് പറയുകയുണ്ടായി. അത് തന്നെയാണോ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണമെന്ന് പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്. സഹോദരൻ പോലീസിനെ ഫോൺ വിളിച്ച് വിവരം അറിയിച്ചപ്പോൾ പോലീസ് ഈ പാറശാല വീടിനുള്ളിലേക്ക് എത്തുമ്പോൾ വീടിൻ്റെ ഉള്ളിലെ ബെഡ്റൂമിൽ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന നിലയിലായിരുന്നു അൽമയുടെ മൃതദേഹം. അവിടുന്നാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിട്ട് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായിട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. പോലീസ് കസ്റ്റഡിയിലെടുത്ത ഉടനെ തന്നെ നമ്മുടെ വിഷ്ണു കുറ്റം സമ്മതിച്ചിട്ടുമുണ്ട്. അപ്പോൾ കുടുംബ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമികമായിട്ടുള്ള ഒരു മൊഴി. എന്നാൽ കൃത്യമായ ഒരു പ്രകോപനം എന്താണെന്ന് കണ്ടെത്താൻ ശാസ്ത്രീയമായ തെളിവെടുപ്പുകൾ ഇനിയും ആവശ്യമുണ്ട്. കൊലപാതകത്തിന് ഉപയോഗിച്ചിട്ടുള്ള ആയുധം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. വിഷ്ണുവിനെ കോടതിയിൽ ഹാജരാക്കിയിട്ട് റിമാൻഡ് ചെയ്യുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കേസിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനായിട്ട് പോലീസ് അയൽവാസികളുടെയും ബന്ധുക്കളുടെയും ഒക്കെ ഇനി മൊഴികളെടുത്ത് രേഖപ്പെടുത്തിയതിന് ശേഷമാണ് കൃത്യമായിട്ടുള്ള ഒരു രൂപം നമുക്ക് തരാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഞായറാഴ്ച രാവിലെ 10:30 ഈ ഒരു സംഭവം നടന്നത്. അപ്പോൾ വീട്ടിലിപ്പോൾ ഇവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു പ്രശ്നമാവില്ല എന്തായാലും ഇങ്ങനെയുള്ളൊരു കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുണ്ടാവാം. ദീർഘനാളായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ നിലനിന്നിട്ടുണ്ടായിരുന്നുണ്ടാവാം. അങ്ങനെയാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്. ഇപ്പോൾ കൊലപ്പെടുത്തിയതിന് ശേഷം വിഷ്ണു അയൽക്കാരേനെയും വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അൽമയെ കൊന്നു എന്നുള്ളത്. കുട്ടികളില്ലാത്തതിനെ തുടർന്നിട്ട് കുറേ കാലമായിട്ട് ഇരുവർക്കും ഇടയിൽ അസ്വസ്ഥതകൾ നിലനിന്നിരുന്നു. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു ചുരുളഴിയും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.